നമസ്കാരം. ദ കിങ്ഡം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫാദർ ഡോക്ടർ മനോജ് കെ ജിയുടെ ദ ഗോസ്പൽ ഓഫ് മനോജ് സത്യദൈവ പുസ്തകം എന്ന ഈ ബുക്കിൻ്റെ പ്രൂഫ് റീഡറാണ് നമുക്കൊപ്പമുള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം സർ. സർ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ള വ്യക്തികളാണ്, ഒത്തിരി ബുക്കുകൾ. സർ ഈ സത്യദൈവ പുസ്തകം എന്ന് പറയുന്ന ഈ ഒരു ബുക്കിൻ്റെ പ്രൂഫ് റീഡിങ് ചെയ്തപ്പോൾ സാറിന് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ട് സാറിന് ഷെയർ ചെയ്യാനായിട്ടുള്ളത്? സാറിൻ്റെ അഭിപ്രായം. ഞാൻ ഈ പുസ്തകം ഒരു 3 പ്രാവശ്യം വായിച്ചു നോക്കിയായിരുന്നു. പെട്ടെന്നൊരു മറ്റേ കഥയോ നോവലോ വായിച്ചു പോകുമ്പോൾ ഇത് വായനക്കാർക്ക് പെട്ടെന്ന് ഇതിൻ്റെ അന്തസത്തം ഒരിക്കലും ആവില്ല. ഇത് ഡീപ്പായിട്ട് ഇത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ഇതിൽ തന്നെ ശ്രദ്ധ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ. എന്നാൽ ഇത് യഹൂദ മതത്തിനെ പറ്റിയും ഹീബ്രു ഭാഷയൊക്കെ പറ്റിയുള്ള ടെക്നിക്കൽ വേർഡ്സും ഉണ്ട്. അപ്പോൾ സാറിന് ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് സാറിന് വളരെ ടച്ച് ചെയ്ത ഭാഗങ്ങളുണ്ടോ? അതെ, ഇത് വായിച്ചു ഞാൻ ഒരു 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു ശാസ്ത്രീയ സത്യമാണ്, പ്രപഞ്ച സത്യങ്ങളെയാണ് ഈ ഉൾക്കൊള്ളിച്ചത്. ഒരു പ്രബന്ധം പോലെ മനോജ് ഇതിൽ രചിച്ചിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഭൂമിയിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഒരു കാര്യം, നമ്മുടെ ഈ പൂർവികരുടെ പരമ്പരയിൽ ആദാമിൻ്റെയും ഔവയുടെയും കഥ നമ്മൾ എത്ര തവണ കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൽ XY ക്രോമസോം ആദാമിൻ്റെ ഭാര്യയിൽ ആണെന്ന് അദ്ദേഹം ഇതിൽ സമർത്ഥിച്ചിരിക്കുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത് ഒരു ബയോളജിസ്റ്റായ ഒരാളിനെ ഇവിടെ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും, ഈ മണ്ണിരയിൽ തന്നെ ഇത് സ്ത്രീ പുരുഷ ലൈംഗികാവയം കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു മണ്ണിരയെ ഒരു മണ്ണിരയെ ഒരിടത്ത് നിന്ന് പിടിച്ചും മറ്റൊരിടത്ത് കൊണ്ടിട്ടാൽ യഥേഷ്ടം പെരുകുന്നത്. അതുപോലെ നമ്മുടെ ഈ വംശപാരമ്പര്യം, ആദാമിൻ്റെ ഔവയുടെ വംശാവലി, ഈ XY ക്രോമസോം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ മനോജ് ഈ ഗ്രന്ഥത്തിൽ കൂടെ നമുക്ക് ഇത് ഒരു തെളിവ് തരുന്നത്. അപ്പോൾ സാർ ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ചോദിക്കുവാണ്. അപ്പോൾ സാറ് ഈ പുസ്തകം വായിച്ചതിൽ നിന്നിട്ട് ഇനി ചില വ്യക്തികൾ ഈ പുസ്തകം വായിക്കുമ്പോൾ വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ്? അതെ, തീർച്ചയായിട്ടും ഇത് വിമർശനങ്ങൾക്ക് ഇത് ഒരുപാട് സാധ്യതയാണ്. കാര്യം അറിവുള്ളവരോ പണ്ഡിതരോ ഒരു വിദ്യാസമ്പന്നർ ചിലപ്പം തലകാട്ടിയിരിക്കുക XY ക്രോമസോമിൻ്റെ കഥ. അതുപോലെ ഈ പെസഹയുടെ തിരുവത്താഴത്തിൻ്റെ കഥ, കാനാവിൽ കല്യാണത്തിൻ്റെ ആ വീഞ്ഞുണ്ടാക്കിയെ പറ്റി ഒരു നല്ല ഒരു ആ കഥയെ നമ്മളെ ഉള്ള് സ്പർശിക്കുന്ന രീതിയിലാണ് മനോജ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വേറൊരു കാര്യം, അവതരിപ്പിച്ചിരിക്കുന്നത് എന്നല്ല, തെളിയിച്ചിരിക്കുന്നത് ശാസ്ത്ര സത്യമായിട്ട് തെളിയിച്ചിരിക്കുന്നതാണ്. പണ്ട് കാലത്ത് ബൈബിളിൽ ഉണ്ടായിരുന്നുണ്ട് ഇത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൂമി പരന്നതാണെന്ന് ബൈബിളിലുള്ളതിന് അദ്ദേഹം അത് ഉരുണ്ടതാണെന്നും സൂര്യനല്ല ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് ഇവിടെ രാത്രിയും പകലും ഉണ്ടാകുന്നതും സ്വന്തം അച്ചുതണ്ടിലെ അങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ ഞാൻ ശാസ്ത്ര ലേഖനങ്ങളും ശാസ്ത്ര പരമ്പരകളൊക്കെ TV-യിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഭാഗമൊക്കെ എനിക്ക് ഉള്ളു തൊട്ടേ ടച്ച് ചെയ്ത ഭാഗങ്ങളാണ്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ സത്യദൈവ പുസ്തകം എന്ന് പറയുന്ന ദ ഗോസ്പൽ ഓഫ് മനോജ് ആരൊക്കെ വായിക്കണമെന്നാണ് സാറിൻ്റെ ഒരു തീരുമാനത്തിൽ? എൻ്റെ ഇതിനടുത്തിൽ ഇത് ഹിന്ദുക്കൾക്ക് വായിക്കാം, മുസ്ലിങ്ങൾക്ക് വായിക്കാം, പെൺകുട്ടികൾക്ക് വായിക്കാം, ആൺകുട്ടികൾക്ക് വായിക്കാം, അപ്പൂപ്പന്മാർക്ക് വായിക്കാം, ആബാലവൃദ്ധം ജനങ്ങൾക്കും വായിക്കാം. വിജ്ഞാന ഇതൊക്കെ തേടി നടക്കുന്ന വിജ്ഞാനദാഹികളായിട്ടുള്ള ഒരു അറിവ് വേണമെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ നടക്കില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണ്. അതുപോലെ വേദാന്തം പഠിക്കുന്നത്, സെമിനാരിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വല്ല കള്ളമൊക്കെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാതെ ഇതിൻ്റെ ആ സത്യാവസ്ഥ ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാറ് ഏകദേശം 230ഓളം പുസ്തകങ്ങൾ സാറ് ഇതുപോലെ സാർ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും സാർ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പഠിക്കുന്ന അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ മതസ്പർശിയായ ഗ്രന്ഥമാണ്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം സാറ് അങ്ങനെ എഴുതുകയും അതിനോടൊപ്പം സാറ് വായിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അതിൻ്റെ കൂടെ സാറ് ബൈബിളും വായിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സാറിന് ആ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടാത്ത ചില സ്പർശനങ്ങൾ ഇതിൽ നിന്നിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണോ? അത് തീർച്ചയായിട്ടും ഇതിലുണ്ട്. ഇത് ബൈബിളിൽ പറയുന്നത്
വളച്ചൊടിച്ചതിനെയൊക്കെ ഇത് മനോജ് ഈ ഗ്രന്ഥത്തിൽ കൂടെ ഡയറക്റ്റായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് കാനായിൽ നടന്നതും പെസഹ കൊടുത്തിരുന്നതിൻ്റെയൊക്കെ അതൊക്കെ അന്നത്തതും, പിന്നെ ഈ നമ്മളെ പ്രപഞ്ചത്തിൽ ജനങ്ങൾ വർദ്ധിച്ചപ്പം ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിപ്പോയപ്പോൾ ഓരോരുത്തർ കല്ലിനെ കൊണ്ടുവച്ചതും ദൈവത്തിനെ ആരാധിച്ചതും അവർക്ക് പൂജ സമർപ്പിച്ചതും അതിനെയൊക്കെ ഒന്ന് ഒരർത്ഥമില്ലാത്തതും ആ പൂജ ദ്രവ്യങ്ങൾ ആ സാധനങ്ങൾ പൂജാരിമാർ ഭക്ഷിക്കുന്നതാണോ അത് ആണെന്നും അത് ഇപ്പോൾ ഇന്നും മന്ത്രവാദമൊക്കെ ചെയ്ത ആളുകളെ പറ്റിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ കാഴ്ചദ്രവ്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് പേര് ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഇത് പുസ്തകം നമുക്ക് വായിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒന്നും ഇത് ആവശ്യമില്ല, അങ്ങനെയുള്ള ദൈവങ്ങളെ പുറകെ പോകരുതെന്ന്. പിന്നെ എന്നെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആണ് ഇത്. ബൈബിളിൽ ഇത് പള്ളിയിൽ പോകണമെന്നും പോകണ്ടെന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഇത് കാരണം നമ്മൾ പള്ളിയെപ്പറ്റി എന്തെങ്കിലും ഇതുപോലെ പറയണമെന്ന് തോന്നുന്നു മൂന്നാമത്തെ ഞായറാഴ്ച നമ്മളെ പള്ളിയിലെന്ന് പേര് ഇത് വെട്ടി അങ്ങനെ ഞാനും ഇതുപോലെ എന്നെയും പേര് വെട്ടി ഒരിക്കലും ഇതുപോലെ ഒരു ചെറിയ സംഭവത്തിന് പുറത്താക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും പേടിക്കാതെ തന്നെ ഞാൻ പറയുകയാണ്. ബൈബിളിൽ തന്നെ ഇതുപോലെ പറയുന്നുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3-4 പേരുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ ശ്രീ മനോജ് ഈ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിൽ സ്പർശിക്കാനിടയ ഒരു സംഗതിയാണ്. ഓക്കെ. അപ്പോൾ സർ ഈ പുസ്തകം മനോജ് അച്ഛൻ ഒരുപാട് നാളത്തെ അദ്ദേഹത്തിൻ്റെ എന്താണ് ആ ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിനകത്താണ് അദ്ദേഹം ഈ ബുക്ക് എഴുതുന്നത്. ഈ ബുക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്തതടക്കം ഇതിൻ്റെ ബൈൻഡിങ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഇത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തതായിക്കോട്ടെ, ഇതിൻ്റെ പിന്നിലെല്ലാം സാറിൻ്റെ ഒരു നല്ലൊരു പരിശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനായിരിക്കും ഏറ്റവും വളരെ നന്നായിട്ട് ഈ ഒരു ബുക്കിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. ഇതിൻ്റെ കവർ ചട്ടയൊക്കെ ശ്രീ മനോജിൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. പക്ഷെ ഞാൻ ക്വാളിറ്റി പുസ്തകം വാങ്ങിച്ചിട്ടും 3 മാസം ആകുമ്പോൾ പൊടിഞ്ഞു പോകല്ലോ, ആ പേപ്പറിൻ്റെ ഇത് ഗുണനിലവാരം തകർന്നു പോകല്ലോ. ഒരു വായിച്ച ചില പുസ്തകങ്ങളൊക്കെ ഒരു 8-10 വർഷമാകുമ്പോൾ പൊടിഞ്ഞു പോകും, ന്യൂസ് പ്രിൻറ്റിൻ്റെയൊക്കെ. അങ്ങനെ ഉള്ളതായിരിക്കല്ലെന്നുണ്ട്. അതുപോലെ തന്നെ ബൈൻഡ് ഇത് 300 GSM ആണ്. ഇത് 130 GSM-ലാണ് ഈ പേപ്പർ. ഇത് 1000 കോപ്പി ഇതുപോലത്തെ അടിക്കാൻ ഈ ഫ്ലാപ്പിന് തന്നെ 3200 ഉണ്ട്. വീണ്ടും ഇതിന് 3200. അതുപോലെ തന്നെ കൊണ്ട് നടക്കുമ്പോഴോ വെള്ളമോ നമ്മൾ എവിടെയെങ്കിലും വെച്ചിരിക്കുമ്പോഴോ ഈർപ്പോ ഇത് ലാമിനേഷൻ കൂടെ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ലാമിനേഷൻ കൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതുപോലെ പിന്നെ പേപ്പർ ഇത് ബ്ലീച്ചും അൺബ്ലീച്ചും ഉണ്ട്, ഒരിക്കലും നശിക്കാത്ത നല്ല ക്വാളിറ്റി പേപ്പറാണ്. അതുപോലെ മെഷീനിൽ കൈകൊണ്ടൊന്നും മെനഞ്ഞല്ല, മെഷീനിൽ തന്നെ ഇത് കുത്തി ഇത് തച്ച ബൈൻഡ്. ഓക്കെ. അപ്പോൾ സർ ഈ ബുക്കിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 2200, ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. ചില വ്യക്തികൾക്ക് ഇതിൻ്റെ വില കൂടിപ്പോയി എന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറിന് എന്താ അതിനെക്കുറിച്ച്? അതിപ്പോൾ സ്വർണത്തിന് വൈറ്റ് സ്വർണം, ഇങ്ങനെ പ്ലാറ്റിനം ലോകങ്ങൾക്ക് വിവിധ അല്ലേ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ പുസ്തകമൊക്കെ എഴുതുന്ന ആളായതുകൊണ്ട് 1-2 ലക്ഷം രൂപ ചിലവാക്കി മിസ്രൈമിലോ ജോർദാനിലോ യെരുശലേമിലോ ഇങ്ങനെ വിശുദ്ധ നാടുകളിൽ നമ്മൾ ഒരു ഇത് ടൂറ് പോയിട്ട് വന്നാൽ പോലും കിട്ടാത്ത വിവരങ്ങൾ ഇതിലന്ന് കിട്ടും. എൻ്റെ 60 വയസ്സിനിടയ്ക്ക് ഞാൻ ഇത് പള്ളിയിൽ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഇങ്ങനെയെല്ലാം ഞാൻ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ പലതും പുതിയതായിട്ട് എനിക്ക് പഠിക്കാൻ ഈ പ്രൂഫ് റീഡിങ്ങിലൂടെ എനിക്കിതിൽ സാധിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വില വിഷയമല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 1-2 ലക്ഷം രൂപ എടുത്ത് നമ്മൾ വിശുദ്ധ നാട്ടിൽ ടൂർ ചെയ്തിട്ട് വന്ന ഈ വിവരം കിട്ടൂല. പക്ഷെ അത് 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയാലേ പ്രയോജനമല്ലേ. അതെ. ഓക്കെ. അപ്പോൾ ഈ ബുക്ക്, അതായത് ദ ഗോസ്പൽ ഓഫ് മനോജ്, സത്യദൈവ പുസ്തകം, ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള എല്ലാ വഴികളും തുറക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.